Hi friends, welcome to my channel Parvati's by Parvati Muralidharan. ഇന്നൊരു കുക്കിംഗ് റെസിപ്പിയാണ്, ഒരു അച്ചാറാണ്. ചെറിയും ചാമ്പയ്ക്കയും നമ്മൾ ഒരേ ടൈമിൽ മുളകിട്ടെടുക്കാൻ പോവുകയാണ്. കടുമാങ്ങയൊക്കെ മുളകിട്ടെടുക്കുന്നത് പോലെ, കടുമാങ്ങ ഇടുന്നത് പോലെ അച്ചാറിട്ടെടുക്കാൻ പോവുകയാണ് ചെറിയും ചാമ്പയ്ക്കയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും വാച്ച് ചെയ്യുക. വാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ചെറി പറിച്ച് നമ്മൾ അച്ചാറിടാൻ പോവുകയാണ്. ഇതിൽ മുള്ളുള്ള ചെറിയാണ്. ബേക്കറിയിലൊക്കെ മധുരമിട്ട് ഷുഗർ സിറപ്പിലിട്ട് വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ല, ആ ചെറിയാണിത്. കറയുള്ളതാണ്. അപ്പോൾ ഇതും ഈ ചാമ്പയ്ക്കയുമാണ് നമ്മൾ ഇന്ന് അച്ചാറിടാൻ പോകുന്നത്. അപ്പോൾ ഈ ചെറി നന്നായിട്ട് കഴുകി പൊളന്ന് അതിനകത്തെ അരിയൊക്കെ കളഞ്ഞ് ചൂടുവെള്ളത്തിലിട്ട് എടുത്തതാണ്. ചൂടുവെള്ളത്തിൽ കഴുകുമ്പോൾ അതിൻ്റെ കറ പോകുള്ളൂ, കറയുള്ളതാണ്. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നമുക്ക് രണ്ടും ചാമ്പയ്ക്ക കഷ്ണങ്ങളാക്കി വെച്ചു. രണ്ടും ശകലം ഉപ്പ് പുരട്ടി നമുക്ക് വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഉപ്പ് പുരട്ടി ഒന്നിരിക്കട്ടെ. ഞാനിപ്പോൾ കുറച്ച് മാത്രമേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ അച്ചാറിടാനായിട്ട്. അപ്പോൾ ഇതിന് ഞാൻ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റിക്ക് പറയുന്ന അളവുകളാണ്, ആവശ്യമുള്ള അളവുകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ രണ്ടും നന്നായിട്ടൊന്ന് ഉപ്പ് പുരട്ടിയെടുത്തു. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, കറിവേപ്പില, ഇത്രയും മാത്രമാണ് എടുത്തിരിക്കുന്നത്. കായൊന്നും ഞാൻ ചേർക്കാറില്ല ഇങ്ങനെ അച്ചാറിടുമ്പോൾ. അതായത് 2 ദിവസത്തേക്കൊക്കെ വെച്ചിട്ടൊന്ന് കൂട്ടാനല്ലേ ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് കായൊന്നും ചേർക്കാതെ നമുക്കിത് ടേസ്റ്റി ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ചീനിച്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. അതിന് കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചിരുന്ന പൊടികൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കടുകൊക്കെ പൊട്ടി തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ മുളക് പൊടി, ഉലുവാപ്പൊടി, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് അതിലേക്കിട്ട് ഒന്ന് ഇളക്കുക. അതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്തുമാത്രം ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ അളവിനനുസരിച്ച് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അതായത് ഒന്ന് തിളച്ച് കുറുകി ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. അത് ആ മുളക് പൊടി ഒക്കെ അതിൽ കിടന്ന് നന്നായിട്ട് വേവണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കുറുകട്ടെ. അപ്പോൾ ഇത് ഒരു കുറുകി വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ ഇത് റെഡിയാക്കാനായിട്ട്. നന്നായിട്ട് കുറുകി വന്നു, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ആവശ്യത്തിന്. അതിനുശേഷം ഈ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് ഇത് നമ്മൾ ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ കഷ്ണമൊന്നും നമ്മളല്ലാതെ വേവിക്കുകയോ ആവിയേറ്റോ ഒന്നും ചെയ്യുന്നില്ല. ഈ ചൂട് ഗ്രേവി ഒഴിക്കുമ്പോൾ അതിൽ കിടന്ന് തന്നെ ആ ചൂടിൽ തന്നെ അതിൻ്റെ പുളിയൊക്കെ ഇതിനകത്തോട്ട് ഇറങ്ങി ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറായിട്ട് മാറും. നല്ല പുളിയൊക്കെ ഇറങ്ങി ആ ചാമ്പയ്ക്കയുടെയും ചെറിയുടെയും രുചിയൊക്കെ ഈ മുളകുമായിട്ട് മിക്സായി, ഗ്രേവിയുമായിട്ട് മിക്സായി നല്ല ടേസ്റ്റിയിൽ നമുക്ക് ഈ അച്ചാർ ലഭിക്കും. എനിക്ക് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ ഒരെണ്ണം മതി. 1 പ്ലേറ്റ് ചോറുണ്ണാൻ വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല. ചൂട് ചോറും ഈ അച്ചാറും കൂടെ കൂട്ടി ഉണ്ണാൻ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യാത്തവരിതെല്ലാം ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാമ്പയ്ക്ക ഒട്ടുമിക്കവർക്കും അവൈലബിൾ ആണല്ലോ, ചെറി എല്ലായിടത്തും കാണില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ്സ് ഇടാൻ പറ്റുമെങ്കിൽ ഇടുക, അഭിപ്രായം, വീഡിയോയെക്കുറിച്ചും സജഷൻസും.